പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ അടുത്ത സ്മാക്ഡൗണിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ടീം നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് ഇന്നലെ ഇതേ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന മത്സരത്തോടെയാണ് സ്മാക്ഡൗണിലെ മത്സരങ്ങൾ ആരംഭിക്കുന്നതായി കാണാൻ സാധിച്ചത്. റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ടീം കിയാന ജെയിംസ്, നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ തുടങ്ങിയവരുടെ ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഒരു ഗുഡ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മത്സരത്തോടു കൂടി റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ടീം ടൈറ്റിൽ റിട്ടേൺ ചെയ്തതാണ് സ്മാക്ഡൗണിൽ ഇന്നലെ കാണാൻ സാധിച്ചത്. അതിനുശേഷം നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെയാണ് അടുത്ത ആഴ്ചയിലേക്ക് നയ ജാക്സനും ലാഷ് ലെജൻഡിനും ഈ ടൈറ്റിലിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം ലഭിച്ചത്. രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് നിലവിലെ വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിൽ, ജോർദൻ ഗ്രേസ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ജോർദൻ ഗ്രേസ് മെയിൻ റോസ്റ്ററിലേക്ക് വന്നതിന് ശേഷം വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിലിന് പിറകെ തന്നെയാണ് സ്റ്റോറി പോയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മത്സരമാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ആയിട്ടുള്ളത്. കൂടാതെ ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വുമൻസ് റോയൽ റംബിൾ 2026 വിജയിച്ച ലിവ് മോർഗനും ജഡ്ജ്മെൻറ്റിന്റെ ടീമിലെ ടാഗ് ടീം പാർട്ണറായ റഗൽ റോഡ്രിഗസും കൂടിയിട്ട് റസൽമേനിയയിൽ ലിവ് മോർഗൻ ആരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സെഗ്മെൻറ്റ് സ്മാക്ഡൗണിൽ നടത്തുകയുണ്ടായി. അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിൽ ആദ്യം വരികയും അവിടേക്ക് പിന്നീട് ജോർദൻ ഗ്രേസ് വരികയും പിന്നീട് ഇതൊരു ടാഗ് ടീം മത്സരമായി മാറുന്നതും കാണാൻ സാധിച്ചു. ജോർദൻ ഗ്രേസും ജേഡ് കാർഗിലും ടീം ആയിക്കൊണ്ട് ജഡ്ജ്മെൻറ്റിന്റെ ടീമിലെ റഗൽ റോഡ്രിഗസിനെയും മോർഗനെയും നേരിട്ടു. മത്സരത്തിൽ ജോർദൻ ഗ്രേസ് റഗൽ റോഡ്രിഗസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി ജേഡ് കാർഗിൽ ജോർദൻ ഗ്രേസ് ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതിലേക്ക് നയിക്കുന്ന ഒരു മൊമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ജേഡ് കാർഗിൽ ഒരു സൂപ്പർ കിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോർദൻ ഗ്രേസിനെതിരെ ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ഒരു ബിഗ് ബൂട്ട് ലിവ് മോർഗനെതിരെ റഗൽ റോഡ്രിഗസ് ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിലാണ് ജോർദൻ ഗ്രേസ് റഗൽ റോഡ്രിഗസിനെ പിൻ ചെയ്തിട്ട് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുന്നത്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലെ ആർഗ്യുമെൻറ്റിലാണ് പിന്നീട് ജനറൽ മാനേജറായ റിക് ഓൾഡിസ് അടുത്ത സ്മാക്ഡൗണിലേക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി ഒഫീഷ്യലി കൺഫേം ചെയ്തത്. ഇതുകൂടാതെ 2 എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മത്സരങ്ങൾ അടുത്ത സ്മാക്ഡൗണിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് വുമൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മത്സരമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ വേഴ്സസ് അലക്സിയ ബ്ലിസ് വേഴ്സസ് സെലീന വെഗ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം ഈ ഒരു മത്സരത്തിൽ അലക്സിയ ബ്ലിസ് വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മെൻസ് ക്വാളിഫയർ മത്സരത്തിൽ കോഡി റോഡ്സ് വേഴ്സസ് ജേക്കബ് ഫാറ്റു വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡോട് കൂടിയിട്ട് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരങ്ങൾ തുടക്കം കുറിക്കുന്നതായി കാണാൻ സാധിച്ചു. ടിഫനി സ്ട്രാറ്റൻ വേഴ്സസ് ചെൽസി ഗ്രീൻ വേഴ്സസ് ലാഷ് ലെജൻഡ് തമ്മിലുള്ള മത്സരമാണ് വുമൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരത്തിൽ തുടക്കത്തിലെ നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ടിഫനി സ്ട്രാറ്റനാണ് വിജയിച്ചത്. ചെൽസി ഗ്രീനെതിരെ ആ പ്രിറ്റീസ് മൗൺസോൾട്ട് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ചിട്ടാണ് ടിഫനി സ്ട്രാറ്റൻ വിജയം കരസ്ഥമാക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഇതുകൂടാതെ മെൻസിൻ്റെ ഒരു ക്വാളിഫയർ മത്സരവും സ്മാക്ഡൗണിൻ്റെ മെയിൻ ഈവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് സോളോസിക്കോവ വേഴ്സസ് റാൻഡി ഓർട്ടൻ തമ്മിലുള്ള ഒരു മത്സരം. ഗംഭീരമായിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആർക്കിയോ സോളോസിക്കോവയ്ക്ക് കൊടുത്തിട്ടാണ് റാൻഡി ഓർട്ടൻ ഈ ക്വാളിഫയർ മത്സരത്തിൽ വിജയിക്കുന്നത്. ഇത്തരത്തിലുള്ള 2 ക്വാളിഫയർ മത്സരമാണ് ഇന്നലത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. മറ്റൊരു അപ്ഡേറ്റ്, മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനുമൊക്കെ ആയിരുന്ന അപ്പോളോ ക്രൂസ് സ്മാക്ഡൗണിലേക്ക് റിട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ചാണ്. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് അപ്പോളോ ക്രൂസിനെ നമുക്ക് കാണാൻ സാധിച്ചത്. കിറ്റ് വിൽസൺ എന്ന് പറയുന്ന റെസ്ലർ ഒബാഫെമിക്കെതിരെ ഒരു സ്ക്വാഷ് മാച്ചിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ മാറ്റ് കാർഡോണയുമായിട്ടൊന്ന് ആർഗ്യുമെൻറ്റ് നടത്തുന്നുണ്ട്. അവിടെയാണ് മാറ്റ് കാർഡോണയുടെ ഒപ്പം നമുക്ക് അപ്പോളോ ക്രൂസിനെ കാണാൻ സാധിച്ചത്. ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ അപ്പോളോ ക്രൂസിൻ്റെ മത്സരവും കാണാൻ സാധിക്കുമെന്നൊരു പ്രതീതിയും സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇഞ്ചുറി റിപ്പോർട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മുൻ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ചെൽസി ഗ്രീൻ്റെ കാലിന് ഇഞ്ചുറി പറ്റുകയുണ്ടായി. ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കളിച്ച ട്രിപ്പിൾ ത്രെറ്റ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരത്തിന് ഇടയിലൂടെയാണ് ചെൽസി ഗ്രീൻ്റെ കാലിന് ഒരു ഫ്രാക്ചർ, ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത് എന്ന് ചെൽസി ഗ്രീൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് ഇന്ന് നടന്ന ട്രിപ്പിൾ എയുടെ ഒരു ഷോയിൽ ചെൽസി ഗ്രീന് പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് തന്നെ ആ ട്രിപ്പിൾ എ മിക്സ്ഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മറ്റൊരു റെസ്ലർ
പാർട്ണറെ കൊണ്ട് ഈതൻ പേജ് എന്ന ചെൽസി ഗ്രീൻ്റെ ടാഗ് ടീം പാർട്ണറെ ഡിഫെൻഡ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ചെൽസി ഗ്രീൻ്റെ അഭാവത്തിൽ ഈതൻ പേജും ആ ടാഗ് ടീം പാർട്ണറും ആ മത്സരത്തിൽ പരാജയപ്പെടുന്നതും ചാമ്പ്യൻഷിപ്പ് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചെൽസി ഗ്രീൻ്റെ ഇഞ്ചുറിയുടെ ഒരു സീരിയസ്നെസ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇഞ്ചുറി എന്ന് മാറുമെന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടില്ല. നിലവിൽ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ 1 മാസത്തോളം ഇഞ്ചുറി കാരണം ചെൽസി ഗ്രീന് മാറി നിൽക്കേണ്ടി വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 6ാമത്തെ അപ്ഡേറ്റ് അടുത്ത സ്മാക്ഡൗണിൽ നടക്കാൻ പോകുന്ന മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ്. കോഡി റോഡ്സ് വേഴ്സസ് ജേക്കബ് ഫാറ്റു വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മത്സരമാണ് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ജേക്കബ് ഫാറ്റുവും കോഡി റോഡ്സും നിലവിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ഡ്രൂ മാക്കിൻ്റെയറിനെതിരെ സ്റ്റോറി ചെയ്യുന്നുണ്ട്. ഇതേ 2 പേരെ തന്നെ ഒരു ക്വാളിഫയർ മത്സരത്തിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇവർ തോൽക്കാനുള്ള സാധ്യതയാണ് അവിടെ WWE തുറന്നിടുന്നത്. അതായത് ഈ മത്സരമായിരിക്കും സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. ഈ മത്സരത്തിൻ്റെ അവസാനം ഡ്രൂ മാക്കിൻ്റെയർ ഇൻട്രപ്റ്റ് ചെയ്യുകയും കോഡി റോഡ്സിനെയും ജേക്കബ് ഫാറ്റുവിനെയും ആക്രമിക്കുകയും അതിലൂടെ സാമി സെയിൻ വിജയം കരസ്ഥമാക്കി എലിമിനേഷൻ ചേംബറിലേക്ക് യോഗ്യത നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. സാമി സെയിൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് റാൻഡി ഓർട്ടൺ എലിമിനേഷൻ ചേംബർ വിജയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും റോ ബ്രാൻഡിൽ നിന്നുള്ള ഒരു റെസ്ലർ എലിമിനേഷൻ ചേംബർ വിജയിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ റാൻഡി ഓർട്ടൺ റെസ്ൽമേനിയ 42 അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ റെസ്ലറിനെതിരെ ഒരു മത്സരത്തിന് യോഗ്യത നേടും. അപ്പോൾ എലിമിനേഷൻ ചേംബറിൽ വെച്ച് തന്നെ ഡ്രൂ മാക്കിൻ്റെയർ, ജേക്കബ് ഫാറ്റു, കോഡി റോഡ്സ് തുടങ്ങിയവർക്കെതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലേക്കും അവർക്ക് സ്റ്റോറി കാണിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റ്സ് തന്നെയാണ് നമുക്ക് ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലും കാണാൻ സാധിച്ചത്. തുടക്കത്തിലെ സെഗ്മെൻറ്റിൽ കോഡി റോഡ്സ് ആദ്യം ഡ്രൂ മാക്കിൻ്റെയറിനെ ആക്രമിക്കുന്നു, പിന്നീട് റിംഗിൽ വെച്ച് ജേക്കബ് ഫാറ്റു പിന്നീടുള്ള സെഗ്മെൻറ്റിൽ ആക്രമിക്കുന്നു. അപ്പോൾ ഒരേ പ്രാധാന്യം കോഡി റോഡ്സിനും ജേക്കബ് ഫാറ്റുവിനും അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ ഡ്രൂ മാക്കിൻ്റെയറിനെതിരെ ഒരു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എലിമിനേഷൻ ചേംബറിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൻ്റെ സാധ്യതയാണ് അവിടെ തുറന്നു വരുന്നത്. അപ്പോൾ എലിമിനേഷൻ ചേംബറിൽ റാൻഡി ഓർട്ടൺ വിജയിക്കുന്നു. ഇനി എലിമിനേഷൻ ചേംബറിൽ നടക്കുന്ന ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ കോഡി റോഡ്സോ അല്ലെങ്കിൽ ഡ്രൂ മാക്കിൻ്റെയർ വിജയിക്കുന്നത് ആ ഒരു റെസ്ലറിനെതിരെ റെസ്ൽമേനിയ 42 റാൻഡി ഓർട്ടൺ മത്സരിക്കാൻ പോകുന്നു. അത്തരത്തിലുള്ള വലിയൊരു സാധ്യതയും ഈ മെൻസ് എലിമിനേഷൻ ചേംബർ കോഡി റോഡ്സ്, ജേക്കബ് ഫാറ്റു, സാമി സെയിൻ തുടങ്ങിയവർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേറ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റെസ്ൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നത്. അവരുടെ റിപ്പോർട്ട് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഫിൻ ബെലർ എന്ന റെസ്ലറിനെതിരെയായിരിക്കും CM പങ്ക് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ റെസ്ൽമേനിയ 42 ഓൾറെഡി റോമൻ റിയൻസ് എന്ന് പറയുന്ന താരത്തിനെതിരെ മെൻസ് റോയൽ റംബിൾ വിജയിച്ചു വരുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുമെന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ അതിനിടയിൽ എലിമിനേഷൻ ചേംബറിൽ CM പങ്ക് ഫിൻ ബാലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ക്രിയേറ്റീവ് ടീം ഉദ്ദേശിക്കുന്നത്? ഇനി ഒരു വലിയ ട്വിസ്റ്റിനുള്ള സാധ്യതയാണോ അവർ തുറന്നിടുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനി അഥവാ എലിമിനേഷൻ ചേംബറിൽ ഷിക്കാഗോ എന്ന് പറയുന്ന സ്വന്തം ജന്മനാട്ടിൽ CM പങ്ക് പരാജയപ്പെടുന്നതും ഫിൻ ബാലർ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതും തുടർന്ന് റെസ്ൽമേനിയ 42 ഫിൻ ബാലർ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തോടു കൂടി റോമൻ റിയൻസ്, പങ്ക് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്കാണോ ട്രിപ്പിൾ എച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. ഇനി അഥവാ അങ്ങനെയല്ല അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എലിമിനേഷൻ ചേംബർ സ്വന്തം ജന്മനാട്ടിൽ വെച്ച് പങ്ക് വേൾഡ് ചാമ്പ്യനായിട്ട് ഫിൻ ബാലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നു, പങ്ക് ആ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് റെസ്ൽമേനിയ 42 പങ്ക് റോമനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് പങ്ക് തോൽക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതായത് ഇതിന് മുൻപത്തെ ടൈറ്റിൽ ഡിഫൻസ് സ്വന്തം ജന്മനാട്ടിൽ വെച്ച് സക്സസ്ഫുൾ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ സാധിച്ച പങ്കിനെ റെസ്ൽമേനിയ പോലെയുള്ള ഒരു ബിഗസ്റ്റ് സ്റ്റേജിൽ തോൽപ്പിക്കുന്നു. ആ ഒരു തോൽവിക്ക് മുൻപ് ഒരു വിജയം കൊടുത്ത് പങ്കിൻ്റെ മൊമെൻറ്റം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനായിരിക്കാം ചിലപ്പോൾ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ 2 സാധ്യതകളാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ 2 സാധ്യതയിലും ഒരൊറ്റ പോയിന്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത് CM പങ്ക് തോൽക്കും എന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.